നമസ്കാരം. കൈകാലുകൾ ചങ്ങലക്കിട്ട നിലയിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെയും കൊണ്ട് അമേരിക്കൻ സൈനിക വിമാനങ്ങൾ അമൃത്സർ വിമാനത്താവളത്തിൽ മൂളി ഇറങ്ങുമ്പോൾ സമാന സ്വഭാവമുള്ള മറ്റൊരു കേസിൽ കേന്ദ്ര സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയാണ് സുപ്രീം കോടതി. വിദേശികളെയും അനധികൃത കുടിയേറ്റക്കാരെയും കണ്ടെത്തിയ ഉടനെ അവരുടെ മാതൃരാജ്യത്തേക്ക് നാടുകടത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിന് കാരണമായി പറഞ്ഞത് അവരുടെ മാതൃരാജ്യം അവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള യാത്രാരേഖകൾ നൽകേണ്ടതുണ്ട് എന്നാണ്. അവരുടെ കൈവശം സാധുവായ യാത്രാരേഖകൾ ഇല്ലെങ്കിൽ നാട് കടത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട രാജ്യത്തിന്റെ എംബസിയിൽ നിന്നോ ഹൈക്കമ്മീഷനിൽ നിന്നോ പൗരത്വ പരിശോധനാ പ്രക്രിയയിലൂടെ ആവശ്യമായ യാത്രാരേഖകൾ നേടേണ്ടത് അത്യാവശ്യമാണ്, നിർബന്ധമാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇവിടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രസക്തമായ ഈ നിയമവും അതിന്റെ നടപടിക്രമങ്ങളും അമേരിക്കയ്ക്ക് ബാധകമല്ലേ എന്ന ചോദ്യം ഉയരുന്നത്. ഇന്ത്യയോട് ഇത്തരത്തിൽ രേഖ ആവശ്യപ്പെടുകയും ഇന്ത്യ അത് നൽകുകയും ചെയ്തതിനു ശേഷമാണോ അമേരിക്ക ആളുകളെ വിമാനത്തിൽ കയറ്റിവിട്ടത്? ആവാൻ തരമില്ലെന്ന് വേണം അനുമാനിക്കാൻ. അനധികൃത കുടിയേറ്റക്കാരെന്ന നിലയിൽ കണ്ടെത്തി ദിവസങ്ങൾക്കകം നാട് കടത്തപ്പെട്ടവരും ആ അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ കണ്ടത്. അതേസമയം വിദേശവിലാസത്തിന്റെ അഭാവത്തിൽ ഇന്ത്യയിൽ പിടികൂടപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം രാജ്യത്തേക്ക് നാട് കടത്തുന്നത് വൈകിപ്പിക്കാൻ ഒരു കാരണമാകില്ലെന്ന് ജസ്റ്റിസുമാരായ AS ഓക്ക, ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് കഴിഞ്ഞയാഴ്ച കേന്ദ്രത്തോട് പറഞ്ഞത് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ച് ന്യായാധിപർ അജ്ഞരായതുകൊണ്ടാണെന്ന് കരുതാൻ ന്യായമില്ല. വിലാസമില്ലാതെ സർക്കാരിന് അവരെ നാടുകടത്താൻ കഴിയില്ലെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തു എന്ന് പറഞ്ഞ കോടതി നിങ്ങൾക്ക് അവരെ അനിശ്ചിതമായി തടങ്കലിൽ വെക്കാൻ കഴിയില്ല എന്നും കൂട്ടിച്ചേർത്തു. അവരൊരു പ്രത്യേക രാജ്യത്ത് നിന്നുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവർ എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ആ രാജ്യമാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രകടമായ വിമുഖതയുണ്ട് എന്ന് പറഞ്ഞ കോടതി നടപടികൾ ഉടൻ വേണമെന്നും ആവശ്യപ്പെട്ടു. പൗരത്വം സ്ഥിരീകരിക്കുന്നത് വിദേശ സർക്കാരിന്റെ പരമാധികാര ചുമതലയാണെന്നും ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം കോടതിയെ അറിയിച്ചു. ഇവിടെയും ഒരു ചോദ്യം പ്രസക്തമാണ്. അമേരിക്ക പിടികൂടിയ അനധികൃത കുടിയേറ്റക്കാരുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നോ അതോ ലോക പോലീസിന് മുന്നിൽ ഇന്ത്യ കവാത്തു മറന്നോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ പോലും നിലത്തിറക്കാൻ അനുവദിക്കാതെ തിരിച്ചു പറപ്പിച്ച അനുഭവം മുന്നിൽ നിൽക്കെ വിമാനം അയച്ച് സ്വന്തം പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ അവർ കാണിച്ച ആർജവം മാതൃകയായി മുന്നിൽ നിൽക്കെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ഇന്ത്യക്കാർ സൈനിക വിമാനത്തിൽ കന്നുകാലികളെ പോലെ മാതൃരാജ്യത്തെത്തിയത് വലിയ കഷ്ടമാണ്. ഇവിടെ പിടികൂടിയ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ എല്ലുറപ്പ് കാണിക്കാത്ത സർക്കാർ അമേരിക്ക കാണിച്ച മനുഷ്യത്വരഹിതമായ നടപടിയെ വിമർശിക്കാൻ പോലും നട്ടെല്ല് നിവർത്തിയില്ല. ഇന്ത്യക്ക് ബാധകമാകുന്ന നിയമങ്ങൾ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ബാധകമായില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പരോക്ഷമായി ചോദിച്ചതും.